Hello everybody, welcome to Reply. This is Vrindavani. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CMA CAT വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ICMA ഒഫീഷ്യലായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, CMA CAT വെബ്സൈറ്റ് നമുക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ഡൗട്ടാണ് ഈ CMA CAT വെബ്സൈറ്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും. സോ നമുക്കറിയാം നോട്ടിഫിക്കേഷൻസ് ആണെങ്കിലും പാർട്ട് 1 എക്സാം, പാർട്ട് 2 എക്സാം നോട്ടിഫിക്കേഷൻസ് ആണെങ്കിലും എക്സാം ഷെഡ്യൂൾസ് ആണെങ്കിലും എക്സാമിൻ്റെ പ്രാക്ടീസ് സെഷൻസിന് വേണ്ടിയിട്ടെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, CMA CAT വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. എങ്കിൽ നമുക്ക് ICMA CMA CAT വെബ്സൈറ്റിലേക്ക് പോകാം. ഓക്കെ, CMA CAT ഒഫീഷ്യൽ പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് CMA CAT എന്ന് ഗൂഗിൾ ക്രോമിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, CMA CAT ഒഫീഷ്യൽ പേജിലേക്ക് പോകാൻ പറ്റും. സോ നമ്മളിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് CMA CAT എന്ന്. സോ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, കാരണം നമ്മുടെ ക്രോമിൻ്റെ വെബ് പേജിലേക്ക് പോകും. ICMA CAT വെബ് പേജ് ഒഫീഷ്യൽ പേജിലേക്ക് പോകും. സോ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ട് എന്ത് ചെയ്യും, CMA CAT ഒഫീഷ്യൽ പേജിലേക്ക് നമ്മൾ എൻ്റർ ആവുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് എന്ത്, CMA CAT ഒഫീഷ്യൽ വെബ് പേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്. ഈ സൈറ്റിലാണ് എന്ത്, CMA CAT കോഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കറിയാം CMA CAT റിലേറ്റ് ചെയ്ത് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് പബ്ലിഷ് ചെയ്യാറുണ്ട്. സോ നമ്മുടെ കുട്ടികൾക്കുള്ള സ്ഥിരം ഡൗട്ടാണ് ഈ നോട്ടിഫിക്കേഷൻസ് എവിടെ കിട്ടുമെന്നുള്ളത്. സോ അതിനാണ് നമ്മുടെ വെബ്സൈറ്റിൽ കണ്ടോ, റൈറ്റ് സൈഡിൽ ഫീച്ചർ ലിങ്ക്സ് എന്ന് പറഞ്ഞ് ഈ ബോക്സിൽ അഡ്മിറ്റ് കാർഡ് ആണെങ്കിലും എക്സാംസ് ആണെങ്കിലും ഷെഡ്യൂൾസ് ആണെങ്കിലും ടൈം ടേബിൾ എല്ലാത്തിനും റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഒഫീഷ്യൽ വെബ് പേജിൽ എന്താണ്, ലെഫ്റ്റ് സൈഡിൽ ഈ വൈറ്റ് ബോക്സ് ആണ്. നമുക്ക് എല്ലാവർക്കും ആണ് ഈ വൈറ്റ് ബോക്സ്. ഈ വൈറ്റ് ബോക്സ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓൺലൈൻ അഡ്മിഷൻ ടു CAT പ്രോസ്പെക്ടസ്. നമുക്കറിയാം CAT പ്രോസ്പെക്ടസ് എന്താണ്, ഒരു CAT കോഴ്സ്, നമ്മുടെ ഈ CAT കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ CAT പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, CATൻ്റെ സിലബസ്, ഇതെല്ലാം എന്താണ്, നമ്മുടെ ആ വൈറ്റ് ബോക്സ് നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഈ വൈറ്റ് ബോക്സിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഓൺലൈൻ അഡ്മിഷൻ ടു CATഉം അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ അഡ്മിഷൻ ടു CAT. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെല്ലുന്ന പേജ് ഉണ്ടോ, CAT ഓൺലൈൻ രജിസ്ട്രേഷൻ സിസ്റ്റം. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം CAT കോഴ്സ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലോ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അറിയണമെങ്കിലാണ് കണ്ടോ വ്യൂ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ട്. ഇവിടെ വ്യൂ സ്റ്റാറ്റസിൽ എന്താ, ഒന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാം, നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ രജിസ്ട്രേഷൻ്റെ സ്റ്റാറ്റസ് അറിയാം. അതുപോലെ തന്നെ ICMA നമുക്ക് തരുന്നൊരു ID കാർഡ് ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കേട്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ നമുക്ക് വ്യൂ സ്റ്റാറ്റസിലാണ് നമുക്ക് ഈ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും മൊബൈൽ നമ്പർ അല്ലെങ്കിൽ റെഫറൻസ് നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID, ഇത് എന്ത് കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും നിങ്ങൾക്ക്, ഫസ്റ്റ് നിങ്ങൾക്ക് സ്റ്റാറ്റസ് അറിയാൻ പറ്റും, നിങ്ങൾ രജിസ്ട്രേഷൻ എന്തായെന്നുള്ളത്. സെക്കൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ID കാർഡ്, ICMA പ്രൊവൈഡ് ചെയ്യുന്ന ID കാർഡും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്റ്റഡി മെറ്റീരിയൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പോകുന്ന വെബ് പേജ് ഉണ്ടോ, CAT ഓൺലൈൻ അസസ്മെന്റ് മൊഡ്യൂൾ എന്നാണ് നമ്മൾ ഈ വെബ് പേജ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ലോഗിൻ ID ചോദിക്കുന്നുണ്ട്. എന്തായിരിക്കും ഈ ലോഗിൻ ID, അവിടെ പറയുന്നുണ്ട് രജിസ്ട്രേഷൻ നമ്പർ. നമ്മൾ ഓൾറെഡി CAT കോഴ്സ് രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ICMAയിൽ നിന്ന് നമുക്ക് ഒഫീഷ്യലായിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ നമുക്ക് കിട്ടും. സോ ആ രജിസ്റ്റർ നമ്പർ യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ നമ്മുടെ ആ രജിസ്ട്രേഷൻ നമ്പർ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചോദിക്കാം, പാസ്വേഡ് ചോദിക്കും. സോ നമ്മുടെ പാസ്വേഡും രജിസ്ട്രേഷൻ നമ്പറും കൂടെ ടൈപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും നമ്മൾ ടൈപ്പ് ചെയ്തു. സോ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ വരുന്ന വെബ് പേജ് ആണ് നമ്മുടെ CAT ഓൺലൈൻ അസസ്മെന്റ് മൊഡ്യൂളിൻ്റെ വെബ് പേജിലേക്കായിരിക്കും നമ്മൾ എൻ്റർ ആവുന്നത്. ഇവിടെ നമുക്ക് ഈ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ ഒരു ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു കുഞ്ഞു ടേബിൾ നമുക്ക് എന്ത് കാണിക്കുന്നുണ്ട്, സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ്, ടെസ്റ്റിങ്ങിന് ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. സോ ഇതിൽ ഓരോ ഓപ്ഷൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റഡി മെറ്റീരിയൽ. നമുക്കറിയാം CMA CAT എന്താണ്, 4 പേപ്പേഴ്സാണ് നമുക്ക് എക്സാമിനുള്ളത്. സോ ഈച്ച് പേപ്പർ, ഓരോ പേപ്പറിൻ്റെ PDF നിങ്ങൾക്ക് എവിടെ അവൈലബിൾ ആയിരിക്കും, ഈ പറയുന്ന സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും. കണ്ടോ, നമ്മുടെ ഈ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ എല്ലാ പേപ്പറിൻ്റെയും 4 പേപ്പറിൻ്റെയും PDFs നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അവിടെ അവൈലബിൾ ആയിട്ട് തന്നെ കാണും. അതിനുശേഷമാണ് പ്രാക്ടീസ് വരുന്നത്. അടുത്ത ഓപ്ഷനാണ് പ്രാക്ടീസ്. സോ ഈ പ്രാക്ടീസിൽ എന്താണ്, പ്രാക്ടീസിൽ നമുക്കറിയാം 4 പേപ്പറാണെന്ന് നമുക്ക് എക്സാമിനുള്ളത്. ഓരോ പേപ്പറിൻ്റെയും കണ്ടോ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ചെയ്തിട്ടുള്ളത്. സോ ഓരോ പേപ്പറിലും ഒരുപാട് എന്താണ് ചാപ്റ്റേഴ്സ് ആണുള്ളത്. സോ ഓരോ ചാപ്റ്ററിനെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ, ഫസ്റ്റ് ഈ ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പറാണ് നിങ്ങൾ എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് എന്ത് പറ്റും, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള
34 ക്വസ്റ്റ്യൻസോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്ന എന്താണ് സെഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നെക്സ്റ്റ് ഇനി എന്താ നമുക്ക് നോക്കേണ്ടത്, ടെസ്റ്റ് എന്താന്ന് നോക്കാം. ടെസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കറിയാം CMA CAT 4 പേപ്പറാണുള്ളത്. സോ ഓരോ പേപ്പറും, അതായത് ചാപ്റ്റർ വൈസ് അല്ല, ഓരോ പേപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റും. അതാണ് നമ്മുടെ ടെസ്റ്റ് എന്ന ഓപ്ഷനിൽ നമ്മൾ അവൈലബിൾ ആക്കി കൊടുത്തിരിക്കുന്നത്. സോ അതിനുശേഷമാണ് എക്സാംസ്. നമുക്കറിയാം CMA CAT എന്താണ്, പാർട്ട് 1 പാർട്ട് 2 എക്സാംസ് ആയിട്ടാണ് നടത്തുന്നത്. സോ പാർട്ട് 1 ക്വാളിഫൈഡ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പാർട്ട് 2 എക്സാംസ് എഴുതാൻ പറ്റൂ. സോ പാർട്ട് 2 എക്സാംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഓൾറെഡി പാർട്ട് 1 എക്സാംസ് നിങ്ങൾ ക്വാളിഫൈഡ് ആയാൽ മാത്രമേ ഈ എക്സാംസ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ആയി വരത്തുള്ളൂ. സോ അതിനുശേഷമാണ് റിപ്പോർട്ട്. നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസ് സെഷനിൽ നമുക്കറിയാം ഓരോ പേപ്പറിലും ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈച്ച് ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ഇല്ലെങ്കിൽ എന്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ റിപ്പോർട്ടിൽ തന്നെ നമുക്കൊന്ന് നോക്കാം. പ്രാക്ടീസ് സ്റ്റാറ്റസ് എടുത്തിട്ട് സബ്ജക്റ്റ് ഇപ്പം നമുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൊടുക്കുകയാണെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും കേട്ടോ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഓരോ ടോട്ടൽ അവൈലബിൾ. പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിലും 35 ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ, പ്രാക്ടീസ് ചെയ്തില്ല. സോ എത്ര പ്രാക്ടീസ് ചെയ്തു, എത്ര പ്രാക്ടീസ് ചെയ്തില്ല, അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് സ്റ്റാറ്റസ് അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത്, സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇത്രയും കാര്യങ്ങൾ മിനിമം മനസ്സിലാക്കാണോ അല്ലേ? സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ICMAയുടെ CMA CAT ഒഫീഷ്യൽ വെബ്സൈറ്റിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും റിലവൻ്റ് ആയിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.